അങ്ങനെ കാത്തിരുന്ന ആ സുദിനം വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ അടുത്ത 5 കൊല്ലം ആര് ഭരിക്കുമെന്നറിയുന്ന ആ നിർണായക ദിവസം എത്തിച്ചേർന്നു. ഭാരതീയ ജനതാ പാർട്ടി അനായാസം വിജയിക്കുകയും തുടർച്ചയായിട്ട് 3ാം തവണയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് നിരവധി തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. ഇപ്പം ജൂൺ 4, അതായത് ഇന്ന് എക്സിറ്റ് പോൾ ഫലം ശരിയാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ BJPയുടെ ശക്തനും അതുപോലെ തന്നെ കരുത്തനുമായ നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തുടർച്ചയായിട്ട് ഇന്ത്യയുടെ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. 1947 മുതൽ 64 ഇടയിൽ രാജ്യം ഭരിച്ച ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഈ ജവഹർലാൽ നെഹ്റു. 1951, 52, 57, 62 എന്നീ 3 തെരഞ്ഞെടുപ്പുകളിലേക്ക് അദ്ദേഹം കോൺഗ്രസിനെ നയിച്ച ഒരു വ്യക്തി കൂടിയാണ്. എന്നാൽ മകളായ ഇന്ദിരാഗാന്ധിയുടെ സമയമായപ്പോൾ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിനെ അപേക്ഷിച്ച് എല്ലാം വ്യത്യസ്തമാവുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ആദ്യ ഭരണകാലം 1966 മുതൽ 77 വരെ ആ ഒരു കാലത്തായിരുന്നു അവര് ആഭ്യന്തര അടിയന്തര അവസ്ഥ ഏർപ്പെടുത്തിയത്. 77 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഇന്ദിരാഗാന്ധി തോൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 84 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 400-ലധികം ലോക്സഭാ സീറ്റുകൾ നേടിയെങ്കിലും 89 തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് എന്താണ്? ഈ ബൊഫേഴ്സ് കേസും രാജീവ് ഗാന്ധിക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട VP സിംഗിന്റെ കലാപവും ഒക്കെയാണ്. അന്ന് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നുവെങ്കിലും 200-ലധികം സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് രാജീവ് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമൊന്നും ഉന്നയിച്ചില്ലായിരുന്നു. ഇവിടെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് 16 വർഷം കോൺഗ്രസിനെ നയിച്ച അല്ലെങ്കിൽ ഭരണത്തിൽ ഇരുന്ന മഹാനായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. മോദിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ 77-ലെയോ അല്ലെങ്കിൽ 89-ലെയോ ഉദാഹരണങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയല്ല ഇവിടെ പറയാനുള്ളത്. കാരണം മോദി വിജയം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. രാജ്യത്തെ ഏറ്റവും മുൻനിര നേതാവാണ് അദ്ദേഹം. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മാധ്യമ കമന്ററികളും 2019-ലെ റെക്കോർഡ് മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതിനെ മാത്രമാണ് ഇപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 370 സീറ്റുകൾ ലക്ഷ്യം വെച്ച മോദി ആ ലക്ഷ്യത്തിനടുത്ത് എത്തുമോ എന്നുള്ളത് കുറച്ച് നിമിഷങ്ങൾക്കകം നമുക്ക് അറിയാൻ കഴിയും. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നായ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അത് വന്നുകൊണ്ടിരിക്കുന്ന ഫലത്തിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഭീഷണിയിലാണെന്ന പ്രതിപക്ഷത്തിന്റെ അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളുടെയും ആഗോള അവകാശ സംഘടനകളുടെയും വാദത്തിന് മറുപടി കുറച്ച് നിമിഷങ്ങൾക്കകം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഓരോ കാര്യങ്ങൾ ഈ വോട്ടെണ്ണലിൽ പ്രതിഫലിക്കും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നെഹ്റുവിനെ വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ 2014 മുതൽ ഈ 24 വരെ എടുത്തു നോക്കുകയാണെങ്കിൽ 10 വർഷത്തിൽ ഇന്ത്യക്ക് ഉണ്ടായ പുരോഗതി അത് കാണാതെ പോവില്ല ആരും. ഇന്ത്യ എന്ന ദരിദ്ര രാജ്യത്തു നിന്നും ഉള്ള ഉയർന്നെഴുന്നേൽപ്പ് അത് മോദി സർക്കാർ കാലെടുത്ത് വെച്ചതിന് ശേഷം മാത്രമാണ്. അതിന്ന് ഈ ദിവസം അറിയും. ഇന്ത്യയിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അത് മോദി സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ജനവിധി അതാണ് മുഖ്യം ഇവിടെ. ജനവിധി അത് മോദിക്കൊപ്പം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.